പഴയങ്ങാടി PWD ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. താവം മേൽപ്പാലത്തിലെ കുഴിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തകർ PWD ഓഫീസിലേക്ക് എത്തിയത്. പ്രവർത്തകരെ ഗേറ്റിനു മുന്നിൽ പോലീസ് തടഞ്ഞു. ഇത് ഏറെ നേരത്തെ സംഘർഷാവസ്ഥയ്ക്കും കാരണമായി. മഴ പെയ്തതോടെ താവം മേൽപ്പാലത്തിൽ നിറയെ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ നിരവധി ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം മേൽപ്പാലത്തിലെ കുഴിയിൽ വാഴനട്ട് പ്രതിഷേധിച്ചിരുന്നു. ഇതിനുശേഷമാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ PWD ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. ഗേറ്റിന് മുന്നിൽ പഴയങ്ങാടി പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരിൽ ചിലർ ഗേറ്റ് ചാടിക്കടന്ന് ഓഫീസിലേക്ക് കയറാനുള്ള ശ്രമവും നടത്തി. ഇത് ഏറെ നേരം പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റത്തിനും സംഘർഷാവസ്ഥയ്ക്കും കാരണമായി. മേൽപ്പാലത്തിലെ കുഴികളടക്കാൻ നടപടിയുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പുത്തൻപുരയിൽ പറഞ്ഞു. നിങ്ങൾ എന്താ പറയാ, ദിവസം അതുവഴി യാത്ര ചെയ്യുന്നവരാണ്. അവിടുത്തെ കുഴിയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ പാലത്തിന്റെ മുകളിൽ കമ്പി കണ്ടു. രാത്രി കാലങ്ങളിൽ ഒരു പ്രകാശവും ഇല്ലാതെ തന്നെ ദിവസവും അപകടങ്ങൾ അതിന്റെ പേരിൽ ഉണ്ടാകുന്നുണ്ട്. ആ കുഴിയിൽ ഒരു ചെറിയ ബൈക്ക് അടക്കം വീണിട്ടുണ്ടെങ്കിൽ കൃത്യമായി ബൈക്കുകൾക്കടക്കം നാശനഷ്ടങ്ങൾ സംഭവിച്ച് അവിടെ അതിലേക്കൂടെ യാത്ര ചെയ്യുന്ന ജനങ്ങൾക്കടക്കം ബുദ്ധിമുട്ടുണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതിലേക്കൂടെ MLA ഒരു ദിവസം 2-3 തവണ പോകുന്ന MLA ആ ഒരു കുഴി കണ്ടിട്ട് കണ്ണടച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ PWD ഉദ്യോഗസ്ഥരും അതാണ് ചെയ്യുന്നത്. ഒരു അപകടം വന്ന് അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടിട്ട് ഇതിന്റെ പേരിൽ നടപടിയെടുത്ത് അല്ലെങ്കിൽ കുഴി അടക്കുന്നതിന് പകരം അത് സംഭവിക്കാതിരിക്കട്ടെ, അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായി കുഴികൾ അടക്കണമെന്നാണ് നമ്മൾ ഇന്നിവിടെ വന്ന് PWDയിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചത്. ഇനിയും ഈ ഒരു കുഴി അടക്കാതെ ഇവർ കണ്ണുമൂടി നിൽക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേരിട്ടിടപെട്ട് ആ കുഴികൾ അടക്കുന്നതായിരിക്കും എന്ന് ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. തുടർന്ന് പ്രവർത്തകർ PWD ഓഫീസർമാരുമായി ചർച്ച നടത്തി. പ്രശ്നം ഗൗരവമായി കണ്ട് നടപടിയെടുക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. പുത്തൻപുരയിൽ രാഹുൽ, ശോഭിത് ഏഴോം, അഹമ്മദ് യാസിൻ, അക്ഷയ് മാട്ടൂൽ, മുബാസ് CH, സൗരവ് വെങ്ങര തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.